വിവാഹത്തോളം ബന്ധത്തിൽ പ്രധാനമായ 3 ഭാഗങ്ങൾ. ഒന്ന്, കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മിക വശമുണ്ട്. അതാണ് കർത്താവിന്റെ ദാസനോട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ഇതിനകത്തൊരു കാർമ്മികതയുണ്ട്. നാം ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മൂന്നാമത് ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ കൊണ്ട് തൊടാൻ ആഗ്രഹിക്കുന്നത് വിഭാഗത്തിനകത്തുള്ള മിസ്റ്ററി എന്ന ഭാഗമാണ്. ഇത് പൗലോസ് പറയുന്ന ഒരു വേദഭാഗത്തിൽ നമുക്ക് ലഭ്യമാണ്. സമയത്തിന്റെ അപര്യാപ്ത നിമിത്തം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പൗലോസ് പറഞ്ഞു, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാനിത് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കാര്യമൊന്നുമല്ല, ഞാനീ പറയുന്നത് ഇത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള കാര്യമാണ്. ഇതൊരു മർമ്മമാണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സ്നാനപ്പെട്ടെങ്കിലും എൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ ഞാൻ ദൈവമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ബൈബിൾ ഞാൻ വായിച്ചത് ദൈവം ഇല്ലെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, തെറ്റാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാൻ ബൈബിൾ കണ്ട ഒരു വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ അപ്പനും അമ്മയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ആദാമിനോട് പറയുക, ആര് പറയുക? തമ്പുരാൻ പറയുക. തമ്പുരാന് പറ്റിയ തെറ്റ്. ആദാമിന് എവിടെ അപ്പൻ, ആദാമിന് എവിടെ അമ്മ? ഇനി അപ്പൻ എന്ന് പറഞ്ഞ ദൈവം എന്ന് പറയാമെങ്കിലും അമ്മ ആദാമിന് ഇല്ലല്ലോ എന്ന ചിന്ത എൻ്റെ അകത്ത് വന്നു. ആദ്യത്തെ പ്രസ്താവനയാണ് കുടുംബത്തെ കുറിച്ച്. ദൈവം പറഞ്ഞു, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് അവൻ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എഫേസ്യ ലേഖനത്തിലേക്ക് വരണം. അവിടെ പൗലോസ് പറയുകയാണ്, അവിടെ ആദാമിന്റെയും ഹവ്വാമ്മച്ചിന്റെയും കഥയല്ല പറഞ്ഞത്, അവിടെ പറഞ്ഞത് ക്രിസ്തു എന്ന മർമ്മത്തെ കുറിച്ചാണ്. ഇന്ന് രാവിലെ വിവാഹ സദസ്സിലിരിക്കുന്ന പ്രിയ അജു ബ്രദർ, നിയുക്ത മണവാളായിട്ടിരിക്കുന്ന അജു ബ്രദർ ക്രിസ്തുവിന് നിഴലായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പ്രിയ ചിഞ്ചു സിസ്റ്റർ അവിടെ ഇരിക്കുന്നത് സഭയ്ക്ക് നിഴലായിട്ടാണ്. ആർക്കും അങ്ങനെ പറഞ്ഞാൽ, എല്ലാവർക്കും അങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുമെന്നില്ല. ആരാണ് ക്രിസ്തു? ക്രിസ്തുവിനെ ഇന്ന് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് വില്യം ഗേറ്റ്സിന്റെ കലണ്ടർ പ്രകാരമാണെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ യഹോവയാം ദൈവം ഇറങ്ങി വന്ന് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലവകർക്കുമെന്ന് പറഞ്ഞ അന്നു മുതൽ പിശാച് അന്വേഷിക്കുകയാണ്, ആരാണ് ഈ സ്ത്രീയുടെ സന്തതി എന്ന്. പൈശാചിക ലോകത്തിനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ആരാണെന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങി. കൂടെ പറഞ്ഞ ശിഷ്യന്മാർ പോലും ഒരിക്കൽ പറഞ്ഞു, ഇവൻ ആരാണ്? ഇവനെ കുറിച്ചൊരു പിടുത്തം കിട്ടുന്നില്ല. കാറ്റിനെ ശാസിക്കുന്നു, കടലിനെ ശാസിക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു. യേശു ആരാണെന്ന് ലോകം മുഴുവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ കേരളത്തിലെ പ്രഗത്ഭനായ പ്രസംഗകനായ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരിക്കൽ അന്വേഷിക്കാൻ തുടങ്ങി, യേശു ആരാണ്? തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അന്വേഷിച്ചത് യേശുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ല, യേശുവിന് വിരോധമായി ക്രിസ്തുമാർഗം തെറ്റാണെന്ന് പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായിട്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി യേശു ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അതിന് ഞാൻ വായിച്ചത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളായിരുന്നു. 4 സുവിശേഷങ്ങൾ വായിച്ച ശേഷം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ബൈബിൾ അടച്ചു വെച്ച് ഒന്നും കൂടെ വായിച്ചു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 3ാമതും വായിച്ചു. എന്നിട്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് കൃഷ്ണൻ കണ്ടെത്തിയ ക്രിസ്തു എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ താൻ പറയുകയാണ്, ഞാൻ വായിച്ചത് വേദപുസ്തകത്തിന് വിരോധമായി, ക്രിസ്തുവിന് വിരോധമായി പ്രസംഗിക്കുവാനായിട്ടാണ്. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിൽ ഞാൻ സാക്ഷാൽ രക്ഷകനായ ക്രിസ്തുവിനെ ഞാൻ കണ്ടു. ആ യേശു ക്രിസ്തുവിന് വിരോധമായി പ്രസംഗിക്കാനാണ് ഞാൻ വായിച്ചത്. പക്ഷെ കണ്ടെത്തിയത് എന്റെ രക്ഷകനായ ക്രിസ്തുവിനെയാണ്. ബൈബിൾ വായിച്ച് യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച വിശുദ്ധന്മാരുണ്ടെങ്കിൽ ഈ വിശുദ്ധ വിവാഹ ദിവസം നമുക്ക് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം കർത്താവിന് പറയാം. 5 ഭാഷ പണ്ഡിതനായ ടി രാമലിംഗപിള്ള, പാസ്റ്ററല്ല കേട്ടോ, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ടി രാമലിംഗപിള്ള തന്റെ ഭവനത്തിൽ തനിക്ക് കുടുംബ ക്ഷേത്രമുണ്ട്. താൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച മനുഷ്യനാണ്. താൻ എഴുതിയ നിഘണ്ടുവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കാനായിട്ട് വായിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ എടുത്തു വായിച്ചു നോക്കണം. വീടുകളിൽ ഡിക്ഷണറിയുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് പോയിട്ട് എടുത്തു വായിച്ചു നോക്കണം. സേവ്യർ എന്ന ഇംഗ്ലീഷ് വാക്കിന് അർത്ഥം എഴുതിയിരിക്കുന്നത് സേവ്യർ സമം രക്ഷകൻ, സമം പ്രാണദാതാവ്, സമം മോക്ഷദാതാവ്, സമം കർത്താവായ യേശു ക്രിസ്തു. ഹലോ, രാമലിംഗപിള്ള പറയുകയാണ് രക്ഷകനായിട്ട് ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആണെന്ന്. ഞാനൊരു ചെറിയ TV പ്രഭാഷകനാണ് ആയിരുന്നു. ഇപ്പം വടക്കേന്ത്യൻ പ്രവർത്തനം തുടങ്ങിയപ്പോൾ TV പ്രഭാഷണം അല്പം കുറച്ചു. കോട്ടയം ഭാഗത്ത് ഒരാൾ എന്നെ വിളിച്ചു, പാസ്റ്റർ നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ രാത്രി ഇറങ്ങി വരുന്ന, ഞാൻ പേര് പറയുന്നില്ല, ഒരു ദൈവശക്തി എന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കും. ഇതിലേതാ സത്യദൈവം? ഞാൻ പറഞ്ഞു, ബ്രദർ, അങ്ങനെ ഇറങ്ങി വരുന്ന ആ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ഇന്ന് രാത്രി ചോദിക്കണം, മരണശേഷം നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ പറ്റുമോ? നിത്യജീവൻ തരാൻ പറ്റിയ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നെ വ്യക്തി വിളിച്ചു, ഫാസ്റ്റർ, എന്റെ വീട്ടിൽ എന്നും ഇറങ്ങി വരാറുള്ള ആ ശക്തി ഇന്നലെ രാത്രി വന്നു എന്നോട് സംസാരിക്കുന്ന ശക്തി. ഞാൻ ചോദിച്ചു, മോക്ഷം നൽകാൻ കഴിയുന്ന, നിത്യത നൽകാൻ കഴിയുന്ന വ്യക്തി ആരാണ്? ആ ശക്തി എന്നോട് പറഞ്ഞു, അത് യേശു ക്രിസ്തു മാത്രമാണ്.
ഞാൻ ഇപ്പോൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് ചരിത്രം, ഒന്ന് വേദപുസ്തകത്തിൽ അന്വേഷിച്ച മനുഷ്യൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. 2 താൻ സേവിക്കുന്ന സേവാശക്തിയോട് ചോദിച്ചപ്പോൾ ആ ശക്തി പറഞ്ഞു മോക്ഷം നൽകാൻ, നിത്യജീവൻ നൽകാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രം. ടി രാമലിംഗപിള്ള പറയുന്നു രക്ഷകനായി ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞാൻ ഇസ്രായേൽ പോയപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഗൈഡുണ്ട്. ആ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒടുവിൽ അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരിക്കലും എൻ്റെ അവസാനം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് താൻ ഞങ്ങൾക്ക് വീഞ്ഞൊക്കെ തന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിക്കുകയും സഭയിൽ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആൾ വന്ന കാര്യമുണ്ട്. സഹോദരന്മാരെ, ഞാൻ ഇവിടുത്തെ ചരിത്രം പഠിച്ചപ്പോൾ നിങ്ങൾ പറയുന്ന യേശു ജീവനുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ചരിത്രത്തിൽ പഠിക്കുക, നിങ്ങൾ സേവിക്കുന്ന സേവയോട് ചോദിക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചരിത്രത്തിൽ വായിക്കുക, പുസ്തകം വായിക്കുക. രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്ന് പറയാൻ കാരണം? യേശു മാത്രമാണ് ഈ ഭൂമിയിൽ മരിക്കാൻ വന്ന ഏക വ്യക്തി. നമ്മളെല്ലാം ഇവിടെ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, ജീവിച്ച് മരിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ മരിക്കാനായി വന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ഒരു ആമേന കരം ഉയർത്തി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞേരെ. ഞാൻ ഇവരുടെ കർമ്മങ്ങളോ ധർമ്മങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഞാനിവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഞാൻ ആ സദ്വർത്തമാനം 2-3 മിനിറ്റ് കൊണ്ട് സമയത്തിന്റെ ദൗർലഭ്യം നിമിത്തം 2-3 മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഏതല്ലേക്ക് നിങ്ങൾ വരൂ. ഏതല്ലേക്ക് വന്നാൽ അവിടെ ആദാമിനെ മയക്കിക്കിടത്തി ആദാമിൽ നിന്ന് ഒരു വാരിയലൂരിയെടുത്ത് ദൈവം ഹൗവയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതാണ് മോനെ നിന്റെ തക്ക തുണ. ഇണകളെ അന്വേഷിക്കുന്നവരുണ്ട്. വേദപുസ്തക പ്രകാരം ഇണകളല്ല വേണ്ടത്, വേദപുസ്തക പ്രകാരം വേണ്ടത് തുണകളാണ്. എന്താ ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം? ഇണ ഇവിടുത്തെ ജീവിത സാധ്യതകൾക്ക് വേണ്ടിയാണ്. തുണയുടെ പ്രത്യേകത, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നിന്നെ നടത്തുവാൻ ദൈവം നൽകുന്ന ഹെൽപ്പറാണ് തുണ. ഒരു ആമ്യം പറഞ്ഞേരെ അജു ബ്രദറെ, ദൈവം നൽകിയ തുണയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു സ്തോത്രം നമുക്ക് ശക്തിയോടെ പറയാൻ കേട്ടോ കർത്താവിന്. ഇതിനകത്ത് ഞാൻ കർത്താവിനെ അല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. വിശ്വസിക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ കർത്താവിന് ആരാധന കൊടുത്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഏതെന്ന് തൊട്ടത്തിൽ ആദാമിനെ മയക്കിക്കിടത്തി ആദാമിൽ നിന്ന് ഊരിയെടുത്ത വാരിയല്ലിനാൽ മണവാട്ടി ഉണ്ടാക്കി. അതെ, ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിനെ കാൽവടെ കുളത്തളത്തിൽ 2 കള്ളന്മാരുടെ നാട്ടപ്പെട്ട ക്രൂശിന്മേൽ പിതാവാം ദൈവം അവനെ മയക്കിക്കിടത്തി, അല്ല മരണത്തിലേക്ക് മടത്തി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരെ അകത്തു വസിച്ച് അവന്റെ ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ നമ്മെ അവനോളം പണിതെടുത്ത് നമ്മെ അവന്റെ മക്കളാക്കി മാറ്റുകയാണ്. ഇതാണ് സുവിശേഷം. ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു, യേശുക്രിസ്തു അടക്കപ്പെട്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ചരിത്രം നിങ്ങൾ അന്വേഷിക്കുക. ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറ, അത് യേശുവിന്റെ കല്ലറ മാത്രമാണ്. അനേക മഹാരഥന്മാർ, അനേകം മതപണ്ഡിതന്മാർ, അനേക ഗുരുക്കന്മാർ മരിച്ചു. അവരെല്ലാം ശവക്കല്ലറുകൾ അടഞ്ഞു കിടക്കുമ്പോൾ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് കല്ലറയെ തുറന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഏക വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു വിശുദ്ധന്മാർ ആരെങ്കിലും ഒരു സ്തോത്രമൊക്കെ പറയുന്ന. ഞാൻ തൃശ്ശൂരത്ത് എന്റെ സഭയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ യേശുവിനെയാണ് പറഞ്ഞത്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ യേശുവിന്റെ പ്രത്യേകത, അവൻ കാൽവറിയിൽ മരിച്ചു. അവൻ കാൽവറിയിൽ മരിച്ചപ്പോൾ പാപികളായ നിങ്ങളെ നീതിമാന്മാരാക്കേണ്ടതിന്, നീതിയാക്കേണ്ടതിനാണ് അവൻ കാൽവറിയിൽ മരിച്ചത്. പാപത്തിന്റെ അകൃത്യത്താൽ ശിക്ഷിക്കപ്പെടേണ്ട നിങ്ങളെ, രോഗികളായ നിങ്ങളെ സൗഖ്യമാക്കേണ്ടവനാണ് യേശു കാൽവറിയിൽ മരിച്ചത്. പാപത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണതിന് പകരം നിങ്ങൾക്ക് പകരമായി യേശു കാൽവറിയിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടവനായി മരിച്ചു. കാൽവറിയിൽ അവൻ അപമാനിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നിങ്ങളെ മഹത്വം ധരിപ്പിക്കേണ്ടവന്. കാൽവറിയിൽ അവൻ ദരിദ്രനായിരുന്നു. എന്തിനു വേണ്ടി? നിങ്ങളെ സമ്പന്നനാക്കേണ്ടവന്. കാൽവറിയിൽ അവൻ ശപിക്കപ്പെട്ടവനായി മരിച്ചു. എന്തിനു വേണ്ടി? നിങ്ങളെ അനുഗ്രഹമാക്കേണ്ടവന്. ഒരു അമ്മീനൊക്കെ പറഞ്ഞിരിക്കാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഇവനകത്ത് ആരെങ്കിലും ഒക്കെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ തൊടും കേട്ടോ. നാം എല്ലാവരും കല്യാണം നടക്കാനിരിക്കുകയാണ്, നാം എല്ലാവരും കല്യാണം കഴിഞ്ഞ ശേഷം അവരെ ആശംസിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊരു വ്യക്തിയെ യേശു തൊട്ടാൽ ഏറ്റവും വലിയ കാര്യം അതാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ കാൽവറിയിൽ ശപിക്കപ്പെട്ടവനായി മരിച്ചു. എന്തിനു വേണ്ടി? നിന്നെ അനുഗ്രഹമാക്കാൻ വേണ്ടി. കാൽവറിയിൽ അവൻ പിതാവിനാൽ കൈവിടപ്പെട്ടു. എന്തിനു വേണ്ടി? നിന്നെ പുത്രനാക്കേണ്ടവന്. കാൽവറിയിൽ, ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാൽവറിയിൽ അവൻ നമുക്ക് പകരമായി മരിച്ചു. എന്തിനു വേണ്ടി? നിനക്ക് ജീവൻ തരേണ്ടതിന്. കാൽവറിയിൽ നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ചേർത്ത് അവൻ കാൽവറി തകർത്തു. എന്തിനു വേണ്ടി? നമുക്കൊരു പുതിയ മനുഷ്യനായി ഒരു പുതിയ ജീവിതം നൽകേണ്ടതിന്. എന്നെ കേൾക്കുന്ന
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നല്ല വേഷവിധാനങ്ങൾ ധരിച്ചു വന്നവരായിരിക്കാം, നല്ല കുടുംബ പശ്ചാത്തലമുള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ അകത്തലങ്ങളിൽ പാപവും പാപത്തിന്റെ ശിക്ഷയായ രോഗവും മരണവും തകർച്ചകളും വാഴുന്നവരായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാനൊരു സത്വർത്തമാനം പറയാം. യേശു മരിച്ചത് നിങ്ങൾക്ക് പ്രതിപകരമായിട്ടാണ്. നിങ്ങൾക്ക് പകരമായി നിങ്ങളുടെ പാപങ്ങളെ വഹിച്ച്, നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ച്, നിങ്ങളുടെ ശാപങ്ങളെ വഹിച്ച്, നിങ്ങളുടെ ദാരിദ്ര്യം വഹിച്ച് അവൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത് സത്യമാണ്. അത് ചരിത്രം പറയുന്നു, അത് ബൈബിൾ പറയുന്നു, അത് നീക്കം വരാത്ത സത്യമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ളവർ ആ കരങ്ങൾ ഉയർത്തി ശക്തിയോട് രാമ്യം പറഞ്ഞ കർത്താവിന് ആ യേശു സൗഖ്യമാക്കും. കല്യാണം നോക്കുന്നു വേണ്ട കേട്ടോ, കല്യാണത്തിൽ കർത്താവ് സൗഖ്യമാക്കും. കർത്താവിന് അങ്ങനെ കല്യാണം സൗഖ്യമാക്കാൻ പറ്റാതെ ഞാൻ വൈദ്യശാസ്ത്രം കൈവിട്ട മനുഷ്യനായിരുന്നു. 3-ാമത്തെ വയസ്സിലേക്ക് പോളിയോ രോഗം വന്നു. എന്റെ വലത്തെക്കാലം തളർന്നുപോയി. അപ്പച്ചനറിയാമായിരിക്കാം, മാവേലിക്കര കല്ലുമല കുഞ്ഞുമോൾ സാറുള്ള പരിശുദ്ധാത്മ പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് അയച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ച് നടക്കാൻ പഠിക്കുന്ന മനുഷ്യനാണ് ഞാൻ. പ്രായം വന്നപ്പോൾ ദൈവത്തെ വിട്ടകന്നു പോയി. 2 കൈയും ഡിസ്ലൊക്കേഷനായി, വൈദ്യശാസ്ത്രം കൈവിട്ട് മരിക്കാനായി ആത്മഹത്യ മാത്രം ചിന്തിച്ചു കിടന്നിരുന്ന എന്റെ മുറിയിൽ ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടു. കർത്താവിന്റെ പറഞ്ഞു, നീ എന്റെ പുസ്തകം എടുത്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും കേട്ടോ. ഇന്ന് രാവിലെ കല്യാണ സദ്യയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ രോഗികളാണോ? യേശു നിങ്ങളെ സൗഖ്യമാക്കുക. നിങ്ങൾ പാപത്തിലാണോ? യേശു നിങ്ങളെ വിടുവിക്കുക. നിങ്ങൾ നരകത്തിലേക്കുള്ള യാത്രയിലാണോ? അവൻ നിങ്ങളെ നിത്യവിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ഒന്ന് കരം തട്ടി, ഒന്ന് ആനന്ദത്തോടെ പറയാമെങ്കിൽ പറഞ്ഞു, യേശു നിനക്ക് പകരമായി മരിച്ചിരിക്കുക. ആ യേശു 2000 വർഷം മുമ്പ് കാൽവറിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തേം പറ്റൂ. പോകുന്ന വഴി യാത്രയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞ ശേഷം പിന്നെയും വരും. യേശു പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ദൂതന്മാർ വന്ന് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശം നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഈ യേശു പോയതുപോലെ രണ്ടാമത് വരും. ആരും ആമ്യം പറഞ്ഞില്ല. യേശു രണ്ടാമത് വരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? ABC ചാനൽ എടുത്തു നോക്ക്. അതിനകത്ത് ഹൈന്ദവനായ സുനിൽ വടബാദൂർ പറയുകയാണ്, ഞാൻ ബൈബിൾ വായിച്ചു, ബൈബിൾ പറയുന്നത് പോലെ യേശു വരാൻ സമയമായി. സുനിൽ വടബാദൂർ എന്ന് പറയുന്ന ഹൈന്ദവ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ക്രിസ്തു വിശ്വാസിയല്ല, ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നവനല്ല, ഞാൻ സഭയിൽ പോകുന്നവനല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ബൈബിൾ പറയുന്നത് പോലെ യേശുവിന്റെ വരവെടുത്തു പോയി. ആ വരവിൽ നമ്മൾ എല്ലാവരും പോവുകയല്ല കേട്ടോ, ആ വരവിൽ എല്ലാവരും പോവുകയല്ല. ഞാൻ 1 മിനിറ്റ് കൂടെ പറഞ്ഞ സമയം, പക്ഷേ സമയം 2 മിനിറ്റ് കൂടി പോയില്ലേ. എൻ്റെ മോനൊരിക്കേ, എൻ്റെ അനുജനൊരിക്കേ ഇറാഖിലേക്ക് പോവുക. അപ്പൊ ഞാൻ വെറും വാക്ക് പറയാറില്ല. അപ്പൊ മോൻ ചെറിയ പ്രായമാണ്. അവൻ പറഞ്ഞു, അപ്പൊ അനുജൻ വിളിച്ച് പറഞ്ഞു, സജേട്ടാ ഇറാഖിലേക്ക് പോകാനായിട്ട് വണ്ടിയിൽ എന്നെ കൊണ്ടാക്കണം. അപ്പൊ മോൻ പറഞ്ഞു, അപ്പേ ഞാനും പൊക്കോട്ടെ ഇറാഖിലേക്ക്. അപ്പൊ ഞാൻ എന്തോ ഒരു അത്യാവശ്യ കാര്യം തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, പറ്റിയല്ല മോനെ. രണ്ടാമത് ചോദിച്ചു, ഞാൻ പറഞ്ഞു പറ്റിയല്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അന്ന് നീയോ പോവാൻ പറഞ്ഞു. ഇവൻ നെടുമ്പാശ്ശേരിയിലേക്ക് ഇവൻ ഞാൻ നോക്കുമ്പോൾ നല്ല ഒന്നാം തരം കുട്ടപ്പനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് വന്നുമായിരിക്കും വിചാരിച്ചു. 10-18 വർഷം മുമ്പ് ചരിത്രം. അനുജൻ സമയമായപ്പോ അകത്തേക്ക് കയറി പോകുന്ന കൂടുതൽ ഇവനും കയറി പോവുക. ഞാൻ അവന്റെ കയ്യെ കയറിപ്പിച്ചു, നീ എങ്ങടാന്ന് ചോദിച്ചു. ഞാൻ ഇറാഖിൽ പോവുക. ഞാൻ ഇറാഖിലേക്കോ? അപ്പയല്ലേ പറഞ്ഞ പൊക്കോളാം. അപ്പനും അപ്പൂപ്പനും പറഞ്ഞാലും ഇറാഖിൽ പോകാൻ പറ്റിയല്ല. ഇറാഖിൽ പോകണമെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ നിയമം അന്വേഷിച്ച് ആ നിയമപ്രകാരമുള്ള പൗരത്വത്തിന്റെ രേഖ കാണിക്കുന്ന സർട്ടിഫിക്കറ്റും NOCയും ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ, വിസയും ഒക്കെ കൂടെ ടിക്കറ്റ് അടക്കം കാണിച്ചാൽ പോകാം. കർത്താവ് വരുമ്പോൾ കൊണ്ടുപോകാൻ വരുന്ന എല്ലാവരെയും അല്ല, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കേണ്ടവന്, ജയാളികളെ കൊണ്ടുപോകേണ്ടവന് യേശു ക്രിസ്തു വരാൻ സമയമായി കേട്ടോ. കർത്താവ് തൻ ഗംഭീരവാദത്തോട്, പ്രധാനത്തിന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ പറ, ശക്തിയോട് ആമേൻ പറ കർത്താവിന്. ആ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് അവിടെ ഒരു കല്യാണം നടക്കും. ആ കല്യാണത്തിൽ മണവാളൻ ക്രിസ്തുവും മണവാട്ടി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ വിശുദ്ധ സഭയോട് ചേർന്ന് അവന്റെ ആത്മാവിനാൽ അവന്റെ ജീവനാൽ പണിയപ്പെട്ട വിശുദ്ധന്മാരാണ് അന്നത്തെ മണവാട്ടി. ആ കല്യാണ വീട്ടിലേക്ക്, ആ കല്യാണത്തിലേക്ക്, കല്യാണത്തിൽ ക്ഷണിക്കുകയല്ല, മണവാട്ടികളായി നിങ്ങളെ ഞാൻ കർത്തൃനാമത്തിൽ ക്ഷണിക്കുകയാണ്. ഒറ്റ മാറിയുള്ളൂ, യേശു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവേ, ഞാൻ നിന്നെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ കല്യാണ വീട്ടിൽ വെച്ച് നിന്റെ രക്ഷ സായിത്തമാവുകയാണ്. അതിനായി ഞാൻ നിങ്ങളെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അല്പനിമിഷങ്ങൾക്കുള്ളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മക്കൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്.
അനേക കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ട് മുലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. കർത്താവിന്റെ വരവിന് മുമ്പ് ലോകരാജ്യങ്ങളിൽ ദൈവരാജ്യം മഹിമ തുറക്കുവാൻ ദൈവം അബ്രഹാമിന്റെ അനുഗ്രഹത്താൽ, സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലോ നിറവുകളോടെ ഉപയോഗിക്കുന്ന ഒരു മിഷണറി കുടുംബമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ, ഭൂമിയിൽ ആവശ്യമായ സകല നന്മകളും ദൈവം നിങ്ങളുടെ മേൽ തുറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ. ദൈവം നിങ്ങൾക്ക് വിശുദ്ധ തലമുറകൾ നൽകട്ടെ. കുടുംബജീവിതം ഏറ്റവും മാതൃകയാകട്ടെ. നിങ്ങൾ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഒന്ന് കരമടിച്ച് നമ്മൾക്ക് അവരെ അനുമോദിക്കാം. ഒരു അനുഗ്രഹീതമായ കുടുംബമായി, രാജ്യങ്ങൾക്ക് മാതൃക കുടുംബജീവിതമായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഇന്ത്യ പെന്തക്കോസ്തേ സഭ തൃശൂർ ഷാലോം ഗ്ലോബൽ ചർച്ചിന്റെയും ഷാലോം ഗ്ലോബൽ ഫാമിലിയുടെയും പ്രത്യേക അനുഗ്രഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ ക്ഷണിച്ച സമീപനുവച്ച കർത്താവദാസൻ, എല്ലാ ദൈവദാസന്മാർ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സുവിശേഷം ആദ്യമായി കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സഭയുടെ ശുശ്രൂഷയാണ് കോശി പാസ്റ്റർ. ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷമോ പിന്നെയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ സംഭവിക്കും, ശാപ കയറുകൾ അഴിഞ്ഞു മാറും, നിങ്ങളുടെ ദാരിദ്ര്യം പൊട്ടി ദൈവം നിങ്ങളെ സമ്പന്നരാക്കി മാറ്റും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി രാമ്യം പറഞ്ഞ ശക്തിയോടെ കർത്താവിന്. അതുകൊണ്ട് ഈ വിവാഹം ഇതുകൊണ്ട് അവസാനിക്കാതെ നിത്യവിലേക്ക് നിലനിൽക്കുന്ന ഒരു വഴിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കുമുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഷലോം.